ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് അടുക്കള ജോലി എളുപ്പമാക്കാനുള്ള കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനു മുമ്പേ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങളുടെ ആരുടെ വീഡിയോയ്ക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാത്തത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു നാരങ്ങത്തോടും അതുപോലെ തന്നെ അഴുക്ക നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇനി കളയണ്ട കേട്ടോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അടുക്കളയിൽ പകുതി ജോലി തീർക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് നാരങ്ങയുടെ തൊലിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വലിയ ഗ്ലാസ് അളവിലാണ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതുപോലെ നാരങ്ങയുടെ തൊലിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ബാർ സോപ്പില്ലേ, നമ്മൾ വിമ്മിൻ്റെ സോപ്പോ അല്ല എക്സോ സോപ്പോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ കുറച്ച് ഇതിലേക്ക് ഇത് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അരിഞ്ഞല്ലെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ കുറച്ച് അളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അളവിൽ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പാത്രം കഴുകാനും അതുപോലെ തന്നെ സിങ്കൊക്കെ വൃത്തിയാക്കാനും കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു ലിക്വിഡ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനതവിടെ വിനാഗിരിയും കൂടി ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ നല്ലതുപോലെ തിളച്ച് ആ ഒരു നാരങ്ങയാണ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനതവിടെ നാരങ്ങ ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തിളച്ച് അതൊന്ന് വെന്ത് കിട്ടട്ടെ. ആ നാരങ്ങ നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാതിരിക്കല്ലേ. കുറേ പേര് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാനതിവിടെ ഇത് നല്ലതുപോലെ തിളച്ച് നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് കേട്ടോ. ആ ഒരു നാരങ്ങ നല്ലതുപോലെ വെന്ത് നമുക്ക് കിട്ടണം. ഇതിവിടെ നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. നല്ലതുപോലെ ചൂടാറിയ ശേഷം ആ ഒരു നാരങ്ങ മാത്രം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ച ശേഷം നമ്മൾ ഈ ഒരു അരച്ചത് ഇതിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനവിടെ ഇതെല്ലാം നല്ലതുപോലെ അരിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമുക്കിനി വീട്ടിലുള്ള എത്ര പാത്രം ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ കഴുകിയെടുക്കാൻ പറ്റും. അപ്പം ഞാനവിടെ പാത്രങ്ങൾ നമുക്ക് എത്ര അഴുക്ക് പിടിച്ച പാത്രങ്ങൾ ഒരു നിമിഷം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പാത്രം കഴുകാൻ മാത്രമല്ല കേട്ടോ ഇതുകൊണ്ടുള്ള പ്രയോജനം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പല വീട്ടമ്മമാർക്ക് ഈ പാത്രം കഴുകുന്നതെന്ന് പറയുന്ന ഒരു വലിയൊരു ജോലി തന്നെയാണല്ലേ. അതെല്ലാം നമ്മളൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പകുതി ജോലിയും തീർന്നെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ അടുക്കള ജോലികൾ എളുപ്പമാക്കാനുള്ള നല്ലൊരു വിദ്യയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കിയാലോ. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു കട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഇത് പഴയ കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ ഇത് മീനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ നല്ലതുപോലെ കറയൊക്കെ പിടിച്ച് അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ ഞാൻ ഇവിടെ ഈ ഒരു കട്ടിംഗ് ബോർഡ് തേച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയോ അത്രയും വൃത്തിയില്ലാത്ത കട്ടിംഗ് ബോർഡാണ് കേട്ടോ. എന്നാലും ഞാൻ കളയാത്തത് ഞാൻ ഇതുപോലെ മീനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ അകത്തൊക്കെ ഉപയോഗിക്കുന്ന വേറെ കട്ടിംഗ് ബോർഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ആ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഈ ഒരു ഇത് സൊല്യൂഷൻ വെച്ച് നമുക്ക് തേച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് തേക്കുമ്പോൾ തന്നെ അതിൻ്റെ അഴുക്കെല്ലാം പോയി കിട്ടും കണ്ടോ. കുറേ നമുക്ക് നല്ലതുപോലെ പോയി കിട്ടും. പിന്നെ ഈ നമ്മൾ കത്തിയൊക്കെ ഉപയോഗിച്ച് സ്ഥിരമായിട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ നല്ലതുപോലെ പോറലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലെ മീനൊക്കെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കത്തിയൊക്കെ നല്ലതുപോലെ പോറൽ പറ്റി
നമുക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്തിരി ഇളക്കാനൊക്കെ ഇത്തിരി പാടാണ്, പക്ഷേ നല്ലതുപോലെ ഇളകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സൊല്യൂഷൻ വെച്ച് തന്നെ നമ്മുടെ സിങ്ക് വൃത്തിയാക്കുകയും ചെയ്യാം കേട്ടോ. നമുക്ക് വേറെ ഒന്നും ചേർക്കാതെ തന്നെ ആ ഒരു എണ്ണമയോ എല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് പറ്റും കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ കിച്ചൺ മുഴുവനും വൃത്തിയാക്കാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ സിങ്ക് നല്ലതുപോലെ തേച്ച് കഴിയിട്ടുണ്ട് കണ്ടോ, നല്ലതുപോലെ വെളുത്തിട്ടുണ്ട്. ആ ഒരു അഴുക്കെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ആ ഒരു നാരങ്ങത്തോടും അഴുക്ക നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കിച്ചൺ മുഴുവനും വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. അതിന് വേണ്ടി നമുക്കിവിടെ ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ ഗോതമ്പ് മാവ് എടുക്കാം. അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് സോപ്പ് ഒന്ന് ഇതുപോലെ എടുത്ത് ഇളക്കിയിടുകയാണ്. നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിടാം, അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ സോപ്പ് ഇതിലേക്ക് കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ പകുതിയാണ്. അതിൻ്റെ ആ ഒരു ജ്യൂസ് അത്രയും നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് മതി കേട്ടോ ഇതിലേക്ക്. അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂൺ അളവിൽ സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു കിടിലൻ ടിപ്സാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഈ ഒരു ചെമ്പ് പാത്രങ്ങളൊക്കെ കാണുമല്ലോ, ചില വിളക്കുകളൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്നവർക്ക് ആ ഒരു വിളക്ക് വൃത്തിയാക്കാനും അതുപോലെ തന്നെ ചെമ്പ് പാത്രങ്ങളൊക്കെ വൃത്തിയാക്കാനൊക്കെ ഈ ഒരു പൊടി കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് ഇതുപോലത്തെയൊക്കെ കോട്ടിംഗ് ഉള്ള പാത്രങ്ങൾ കാണുമല്ലോ, നമ്മൾ സ്റ്റീലിലൊക്കെ കോട്ടിംഗ് ഉള്ള, അപ്പോൾ അതൊക്കെ നല്ലതുപോലെ കറുത്ത് ആ ഒരു മങ്ങലായിട്ടിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളം നനച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തേച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ ആ ഒരു ക്ലാവ് പോലത്തെ ഇതെല്ലാം മാറി നല്ലതുപോലെ വെളുത്ത് കിട്ടും കേട്ടോ. അപ്പം ഞാനതിവിടെ തേച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണാം കേട്ടോ. നേരത്തെ ഇരിക്കുന്നതും നമ്മളിപ്പോൾ തേച്ചതിന് ശേഷമുള്ള പാത്രം ഒന്ന് നോക്കി നോക്കും, നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതുപോലത്തെ ചെമ്പ് പാത്രങ്ങളും അതുപോലെ തന്നെ നിലവിളക്കുകൾ ഇതൊക്കെ വൃത്തിയാക്കാൻ ഈ ഒരു പൊടി മാത്രം മതി കേട്ടോ. എത്ര ഇത് കറുവൽ പിടിച്ച പാത്രങ്ങളും നമുക്ക് നല്ലതുപോലെ ഈസി ആയിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലത്തെ കോട്ടിങ്ങുള്ള പാത്രങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി, നല്ലതുപോലെ വെളുത്ത് കിട്ടും. അത് മാത്രമല്ല, വിളക്കുകളൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ഒരു വിളക്കിലൊക്കെ നിലവിളക്കിലൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ വെളുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.